ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 4:45 5 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് നിറച്ചിട്ടുണ്ടെങ്കിലും പുറത്തടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ രാവിലെയൊക്കെ തീ പിടിപ്പിക്കണത്. അപ്പോൾ എന്തതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഒന്നാമത് ഇപ്പോൾ വേനൽ സമയമൊക്കെ ആകുമ്പോഴേ പുറത്ത് തീ പിടിപ്പിക്കാൻ നല്ലത്. കാരണം ചകിരിയും ചിരട്ടയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അടുപ്പിൽ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് കടി എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നു, തട്ടൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാവൊക്കെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ കറി വൈകുന്നേരത്ത് സാമ്പാർ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് എന്നാൽ ഇഡ്ഡലിക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇനി മാവൊക്കെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു ഞാൻ കേട്ടോ. പിന്നെ തത്തയ്ക്ക് സ്കൂളിൽ ട്യൂഷൻ സെൻറ്ററിൽ എന്താ പറയുക സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരു ഡ്രസ്സൊക്കെ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം അതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ലാസ്റ്റ് വിട്ട വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിച്ച എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതാ ഇഡ്ഡലി കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഒരു 3 തട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സാമ്പാറൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും സാമ്പാറോടെ ചൂടാവുമല്ലോ. പിന്നെ അടുത്തൊരു തട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അത്രയും മതി കേട്ടോ. അത് കൂടുതൽ ഉണ്ടാക്കി ആർക്കും വേണ്ടി വരില്ല. ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. അങ്ങനെ സാമ്പാർ ഇഡലിയൊക്കെ റെഡി ആയപ്പോൾ ഞാനത് അകത്ത് കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ വേവാൻ. അപ്പോൾ ചോറൊക്കെ വെന്ത് തുടങ്ങി. പിന്നെ ഞാനിനി അടുപ്പിൽ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ എന്ന് കരുതി. മക്കൾക്ക് കൊടുത്തു വിടാനിന്ന് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് മാത്രം മതിയെന്ന് പറഞ്ഞു. പിന്നെ തൈരും കൂടെ കൊടുത്തു വിടും കേട്ടോ. നമ്മൾ ആ കട്ടത്തൈരുണ്ടല്ലോ അതും കൂടെ ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ ഈ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കണത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കും. സവോള വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷമാണ് സവോള എന്നിട്ട് വഴന്നിട്ട് വരുമ്പോഴാണ് ഞാൻ വഴുതനങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. വഴുതനങ്ങ കുറച്ച് സമയം അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അതിൽ നിന്നുള്ളൊരു കളർ ചേഞ്ച് ഉണ്ടാവും, ഒരു കട്ട് പോലെ, അതുകൊണ്ട് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വഴുതനങ്ങ പെട്ടെന്ന് കണ്ടോ നമ്മൾ അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഉപ്പേരി അതാണ്.
പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അലക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പുഴയിൽ നല്ല വെയിലാവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അലക്കാൻ പറ്റില്ല. രാവിലെ തന്നെയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്ര അലക്കി തീരുമ്പോഴത്തേക്കും വെയിലായാൽ പറ്റില്ല. അപ്പോൾ ഞാൻ പുഴയ്ക്ക് പോവുകയാണ്. മക്കൾ എണീറ്റിട്ടില്ല. പിന്നെ കിച്ചുമോക്കൊന്നും ക്ലാസ് ഇല്ല. പിന്നെ തത്തയ്ക്ക് ഉച്ചവരെ ഉള്ളൂ ക്ലാസ് കേട്ടോ. പിന്നെ അവളെ പിറന്നാളും കൂടിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുഴയ്ക്ക്. അങ്ങനെ അലക്കലും കഴിഞ്ഞു. പിന്നെ ഞാൻ പുഴയിൽ നിന്നൊരു മുങ്ങിക്കൂടിയൊക്കെ നടത്തിയിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ തോരട്ടെടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേ ചോറൊക്കെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്താപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ സോയാബീനൊക്കെ ഞാൻ അവിടെ ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൈസസൊക്കെ ഒന്നിട്ട് പൊട്ടിച്ചിട്ടോ, പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടു. പിന്നെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്പലത്തിലെ പരിപാടിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ കൈമ റൈസും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. പിന്നെ സവോളേൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റിയെടുക്കേണ്ട ഉപ്പിട്ടിട്ടാണ് വഴറ്റിയത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതും കൂടെ ചേർത്തു. ഇതൊന്നും കൂടുതലാവാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികമാണ് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുക.
പക്ഷേ ഇത് സോയാബീൻ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോവും. ഒരു എന്താ പറയുക ഓവറായിപ്പോവും മസാലകളൊക്കെ. കുറച്ച് മതിയല്ലോ. കാരണം സോയാബീൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതൊരു സ്പോഞ്ച് പോലുള്ള സാധനമാണല്ലോ അല്ലേ. അപ്പോൾ അതിന് ഒരുപാട് മസാലകൾ വേണ്ട. എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് പാകത്തിനായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനിത് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയപ്പോൾ സത്യത്തിൽ അത് തികഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഞാനൊന്ന് സോയാബീൻ വല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഞാൻ ആ ചോറിൽ അങ്ങനെ സോയാബീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ അന്ന് തത്ത സ്കൂളിലേക്കും അതുതന്നെയായിരുന്നു കൊണ്ടുപോയത് ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ മസാലപ്പൊടികൾ ചേർത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം കുറേശ്ശെയാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതിട്ടു, മല്ലിയില ഇട്ടു, പുതിനയില ഇട്ടു, പിന്നെ പെരിഞ്ചീരകവും അതുപോലെ ഏലക്കയും പട്ട ഗ്രാമ്പൊക്കെ ഒന്ന് പൊടിച്ചതും കൂടി ചേർത്തു കേട്ടോ. ഇതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ടോ. ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ തുള്ളിൽ പിന്നെ ജ്യൂസ് ചേർത്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വലിയ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അങ്ങനെ ഓവറായിട്ട് പുളി വേണ്ട, ഞാൻ സോയാബീൻ ആയതുകൊണ്ട്. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സോയാബീനൊക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് സോയാബീനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഈ സോയാബീൻ ഒന്ന് കുക്കാവണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ഒന്ന് അടച്ച് കൊടുത്തു. ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു വിസിലാണ് അടുപ്പിച്ചെടുക്കണത് കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ആവിയൊക്കെ പോയിട്ടേ തുറക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വിസിലൊക്കെ അടിച്ചു, ആവിയൊക്കെ പോയിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിച്ചുമോൾ അടുക്കളയ്ക്ക് വന്നിട്ട് പറഞ്ഞിട്ട് അമ്മ അന്നെന്താ ചിക്കൻ ബിരിയാണിയാണോ? അപ്പോൾ ചിക്കൻ ബിരിയാണി അല്ല, സോയാബീൻ ബിരിയാണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ ഒരു കേക്കൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പോയി വാങ്ങിയതാണ്, പൂക്കോടുംപാടത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ തത്തേൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ തത്ത വന്നു, കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.